സമസ്തയുടെ അന്നത്തെ ആ കാലോചിതമായി അതിന് ശേഷമാണ് ഇവിടെ എല്ലാ വിദ്യാഭ്യാസങ്ങളും ഉണ്ടാകും. മതപരമായ ജമാഅത്ത് എല്ലാം അതിന് ശേഷം സമസ്തയുടെ ഏറ്റവും പിന്നെ നിങ്ങളുടെ മക്കളെ ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്, കയ്യിൽ എന്തെങ്കിലും കൊടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നല്ല ഉദ്ദേശം വെച്ചുകൊണ്ട് കൊടുത്തത്. കാരണം ഇതിലെ ആരോഗ്യങ്ങൾ ഇങ്ങനത്തെ ആളുകളായിരുന്നു. ജീവിതത്തിൽ ഒരു കാത്തുകൊണ്ടും ചെയ്യാത്ത മഹാനായ കവിയത്ത് സ്ഥാനം പോലെയുള്ള ആളുകൾ. മഹാനായ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ പള്ളിയിൽ ചൊല്ലുമ്പോ ഈ അടുത്ത് നമ്മൾ കണ്ട നേതാവാണ് ജർമ്മനിയത്തിൽ മുഅല്ലി അതിനടുത്തുള്ളൂ അങ്ങനെ സംഘടന ജർമ്മനിയത്തിൽ മുഅല്ലി. ആ സംഘടന മുഅല്ലിമീങ്ങളുടെ സംഘം അതിന്റെ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ഒരു വലിയ സംഘടന വിളിച്ചെടുത്തു. സാധാരണ വന്ന് നേരത്തെ വീട്ടിലിറങ്ങി അദ്ദേഹത്തിന് ഉസ്താദായിട്ട് സിയാറത്ത് ചെയ്തു. സമ്മേളനം അമേരിക്കയിലേക്ക് ഞങ്ങൾ നോക്കിക്കാണ്. അന്നൊക്കെയാണ് ഈ സമസ്തയിലേക്ക് വന്ന് ഉസ്താദായി തുടക്ക വേദന പറഞ്ഞ് എഴുന്നേൽക്കാം, അദ്ദേഹത്തെ കൊണ്ടുപോകാം. സദസ്സ് മൂകമാണ്. അവിടെ അന്ന് ആരില്ലേ വീട്ടിൽ അന്ന് ഞാനുണ്ടായിരുന്നു. ഞാനന്ന് പ്ലസ് ടുവിലൊക്കെയാണ്. അപ്പൊ ഞാനങ്ങനെ സാധാരണ സ്ഥലമൊക്കെ കയറിയിട്ട് കസാലയിരുത്തി ഞാൻ അവിടെ ചാരിപടിയല്ല അയ്മ കയറിയിരുന്നു. ഈ പോയപ്പോ സദസ് മൂലമാവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്ന കുഞ്ഞാലിക്കുട്ടിയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഉസ്താദിന്റെ വഫാത്ത് ഹൈദരലി നമ്മൾ പറയുന്നത്. നേരെ മുഖ്യം എത്ര ആളുകൾ അബ്ദുൽ ഹമീദ് അഫൈസി അമ്പലക്കട ഉസ്താദ് അദ്ദേഹത്തിന്റെ മരുമകനാണ്. ആംബുലൻസിലുണ്ടായതാണ്. അവിടുന്ന് പറഞ്ഞു ജോലി കൊടുത്തിട്ട് ഉസ്താദായിരുന്ന സമസ്തന്റെ പ്രസിഡന്റ് ജീവിതത്തിൽ കാണുന്നതാണ്. സുഖമില്ലാതെ കോളേജിൽ ലീവ് എടുക്കുന്ന ഡോക്ടർമാർ പറഞ്ഞപ്പോ കോളേജിനെ പറ്റി എന്നാണ്ട് ലീവാക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഇവിടെ തീരെ പഠിപ്പിച്ച് മരിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. ഇന്നൊക്കെ വേണ്ടെങ്കിൽ ഇവിടെ വരുമ്പോ 10-60 കുട്ടികളുണ്ടായിരുന്നു, അത് വേണ്ട കുറച്ച് കുട്ടികളെ കൂടി ഒപ്പിച്ചെന്നാണ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വഫാത്തിനെ തലേ ദിവസം ഒരു ഖത്ബ്, അതായത് ഒരു ഫസ്ൽ പറയും, അത് പൂർത്തീകരിച്ച് എണീറ്റുപോയി പിറ്റേ ദിവസം ആ സമയത്തേക്ക് അദ്ദേഹത്തിന്റെ സമാജമായി ജാമ്യത്തിലേക്ക് ആരംഭിച്ചെത്തി. അവസാനത്തെ ദിവസം ക്ലാസ് കൊടുത്തു. വഫാത്ത് കൊണ്ട് കാണിച്ചാണ് ആരാടി വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സമസ്തയുടെ ഞാൻ പറയുന്നത് എന്നോട് പറഞ്ഞത് ഉലമാക്കളുടെ വിശുദ്ധിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ വിഷയം പറയുന്നില്ല. ഇത് ഉലമാക്കളുടെ വിശുദ്ധിയാണ്. ഉലമാക്കളുടെ വിശുദ്ധിയാണ് കേരളത്തിൽ ഇത്ര പേര് വ്യാപിച്ചത്. കൃത്യമായ ഇടപെടൽ അതിൽ കാര്യമുണ്ടെന്ന് അന്നത്തെ ജനതയ്ക്ക് തോന്നിയിട്ടാണ് നാടായ നാട്ടിലൊക്കെ കണ്ണായ സ്ഥലത്ത് മദ്രസകളിൽ സ്ഥലം കൊടുത്തത്. എന്തേ കച്ചേരിപ്പടി ഇതിലെ വില കുറഞ്ഞ സ്ഥലങ്ങളില്ലേ എന്തേ ഇവിടെ സ്ഥലം കൊടുത്തത്? അതാണ് സമസ്ത നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? നമുക്കാണ് ഇഷ്ടം. നമ്മുടെ മുൻകാളുകൾ മനസ്സിലാക്കുകയും സമസ്തത്തിന്റെ 11,000-ഓളം മദ്രസയുണ്ടെങ്കിൽ 1121 നമ്പറായി മദ്രസ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ അന്ന് ചെയ്തു. സമസ്തയെ സ്നേഹിച്ചു, സമസ്തയെ നെഞ്ചോട് ചേർത്തു. ആ സമസ്തയുടെ ഇവിടെ ഈ മദ്രസയുടെ ബിൽഡിങ്ങിനുള്ളിൽ എത്ര ഉലമാക്കൾ ക്ലാസ് എടുത്തു, എത്ര ആളുകൾ ഇവിടുന്ന് പഠിച്ചുകൊണ്ട്